നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാലപ്പെട്ടി കാപ്പിരിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. തട്ടുപറമ്പ് സ്വദേശി 37 വയസ്സുള്ള തോപ്പിൽ മുനാസാണ് മരിച്ചത്. കുന്നംകുളത്ത് വീണ്ടും മോഷണ പരമ്പര. നഗരത്തിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ KP ഷംസുദ്ദീൻ, G ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെക്കുറിച്ചും അപവാദ പ്രചരണമുണ്ടായതായി മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ്. ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് ജീവിത സുരക്ഷ നൽകാൻ ഇൻഷുറൻസ് പരിരക്ഷയും സർക്കാർ ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും. തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ VK ശ്രീമാല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൌക്കത്ത്, വാർഡ് മെമ്പർ ശുഭ ജയൻ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ B അനിൽകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ 3.63 കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത്. NK അക്ബർ MLAയുടെ നിരന്തര പരിശ്രമ ഫലമായാണ് കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനായത്. തീരദേശ മേഖലയിലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന ജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആശ്വാസമാകാൻ ഷെൽട്ടർ ഉപകരിക്കും. 600 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട്. പ്രദേശത്തെ ജനങ്ങളുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമാകുന്നത്. നിലവിൽ അടിയന്തര സാഹചര്യങ്ങളിൽ സമീപത്തെ വിദ്യാലയങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളിലുമാണ് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നത്. സൈക്ലോൺ ഷെൽട്ടർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് പരിഹാരമാകും. 877 ചതുരശ്ര മീറ്ററിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. ഗ്രൗണ്ട് ഫ്ലോറിൽ ഡൈനിങ് ഹാൾ, വരാന്ത, വാഷ് ഏരിയ എന്നിവയും മറ്റു നിലകളിൽ 2 മുറികൾ, വാഷ് ഏരിയ, 6 ടോയ്ലറ്റ് വീതവും സജ്ജീകരിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, ചാവക്കാട്. പാലപ്പെട്ടി കാപ്പിരിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. തട്ടുപറമ്പ് സ്വദേശി 37 വയസ്സുള്ള തോപ്പിൽ മുനാസാണ് മരിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കാപ്പിരിക്കാട് സെന്ററിൽ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുനാസിനെ അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആമിനയാണ് മാതാവ്. റാഹില, റംഷി, റൈഹാന, റിസ്വാന എന്നിവർ സഹോദരങ്ങളാണ്. കുന്നംകുളത്ത് വീണ്ടും മോഷണ പരമ്പര. നഗരത്തിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവനു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. ജനസേവ കേന്ദ്രത്തിൽ നിന്നും 3000 രൂപയും CV സ്റ്റോറിൽ നിന്ന് 3400 രൂപയും രാഗം വാച്ചുകടയിൽ നിന്ന് 500 രൂപയും കവർന്ന മോഷ്ടാവ് സിബിൻ സ്റ്റേഷനറി, MS വിഷൻ വേൾഡ്, MS കിച്ചൺ വേൾഡ് തുടങ്ങി 4ഓളം വ്യാപാര സ്ഥാപനത്തിൽ മോഷണ ശ്രമവും നടത്തിയിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടറിലെ പെട്ടിയിൽ ചില്ലറയായി സൂക്ഷിച്ച തുകയാണ് കവർന്നിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. മോഷ്ടാവ് ജനസേവാ കേന്ദ്രത്തിലെ CCTV ക്യാമറ തകർത്തിട്ടുണ്ട്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം.
കുന്നംകുളം നഗരത്തിലെ മോഷണ പരമ്പര നടന്ന സ്ഥലങ്ങളിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തൃശൂരിൽ നിന്നുള്ള പ്രത്യേക വിരലടയാള വിദഗ്ധ സംഘവും മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗും കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് മേഖലയിൽ മോഷണം നടന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. പോലീസ് സംഘം മേഖലയിലെ CCTV ക്യാമറകളും ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ കടലിൽ കുളിക്കാനിറങ്ങി അപസ്മാരം മൂലം തിരയിൽപ്പെട്ട യുവാവ് മരിച്ചു. എടക്കഴിയൂർ അമ്പലത്ത് വീട്ടിൽ അലിയുടെ മകൻ അഫ്സലാണ് മരിച്ചത്. 21 വയസ്സാണ്. കാറ്ററിംഗ് ജോലിക്ക് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോയതായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കളായ 4 പേരും കൂടി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയതിനിടെയാണ് ദുരന്തം. ഇതിനിടയിൽ അഫ്സലിന് അപസ്മാരം വരികയും കടലിൽ തളർന്നു വീണ് തിരമാലയിൽ അകപ്പെടുകയുമായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ ചേർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ഇന്ന് രാത്രി ഖബറടക്കും. ഏപ്രിൽ 12 മുതൽ 16 വരെ ആഘോഷിക്കുന്ന മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാളിന്റെ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സജ്ജമാക്കിയ തിരുനാൾ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ നിർവഹിച്ചു. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ഇടവകാംഗം ഫാദർ റെൻസൺ പാണയങ്ങാടൻ, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ, തിരുനാൾ ജനറൽ കൺവീനർ CT ഫ്രാൻസിസ്, ജോയിന്റ് ജനറൽ കൺവീനർ MV ആന്റണി, സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുറൂരമ്മ ദിനത്തിനോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം നൽകിവരുന്ന ശിവപത്മം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ഫലകം, പ്രശസ്തിപത്രം, 10,000 രൂപ, മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് P. ഗോപിനാഥാണ് സമ്മാനിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മാതൃദക്ഷിണയും P. വേണുഗോപാൽ പ്രശസ്തി പത്ര സമർപ്പണവും നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പുരസ്കാര ജേതാവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, ജനു ഗുരുവായൂർ, V. അച്യുതക്കുറുപ്പ്, K. രവീന്ദ്രൻ നമ്പ്യാർ, P. രവി മേനോൻ, M. നിർമ്മൽ മേനോൻ, PT ചന്ദ്രൻ, രാധിക S. നായർ, മിനി നായർ എന്നിവർ സംസാരിച്ചു. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, ഗണപതി ഹോമം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, പുഷ്പാർച്ചന, ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് കൃഷ്ണവിഗ്രഹവും നാരായണീയവും എഴുന്നള്ളിക്കൽ, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവയുമുണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. മന്നലാകുന്ന് ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് വാർഡ് മെമ്പർ അസീസ് മന്നലാകുന്ന് രംഗത്ത്. അധികൃതർ സ്ഥലം സന്ദർശിച്ചു, ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. മന്നലാകുന്നിൽ ജനങ്ങൾ അറിയാതിരിക്കുന്നതിനുവേണ്ടി രാത്രി സമയങ്ങളിലാണ് പ്രവൃത്തി നടത്തുന്നത്. നിലവിലെ റോഡുകൾ പൊളിച്ച് താഴ്ചയിൽ കുഴിയെടുത്ത് അതിനു മുകളിൽ നിർദ്ദിഷ്ട ഉയരത്തിൽ ചുവന്ന മണ്ണിട്ട് തരിപ്പിച്ചാണ് പുതിയ ടാറിംഗ് പ്രവൃത്തികൾ നടത്തുന്നത്. എന്നാൽ മന്നലാകുന്ന് കൊച്ചന്നൂർ PWD റോഡിന് മുകളിൽ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യാതെയാണ് മണ്ണിട്ട് ഉയർത്തി പണികൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും ഉണ്ടെന്ന് ആരോപിച്ചാണ് വാർഡ് മെമ്പർ രംഗത്ത് വന്നിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പണികളുടെ നിജസ്ഥിതി വിലയിരുത്തി പ്രദേശവാസികളുടെ സംശയ നിവാരണത്തിന് മുൻകൈ എടുക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. PWD റോഡിൽ ഇവിടെ ഈ കാണുന്ന രീതിയിൽ മണ്ണിട്ട് നിരത്തുകയുണ്ടായി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെല്ലായിടത്തും ദേശീയപാതയുടെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള ബേസ് പൊളിച്ചു മാറ്റിക്കൊണ്ടല്ലാതെ വേറെ ഒരിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ദേശീയപാത അതോറിറ്റി ഇവിടെ കൃത്യമായ അശാസ്ത്രീയമായ അഴിമതിയാണ് ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ളത്. അത് ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള ഈ ക്രമക്കേട് തിരുത്തണമെന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ KP ഷംസുദ്ദീൻ, G. ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏയാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വാഹനയാത്രക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായ സുരക്ഷയൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സൂചനാ ബോർഡ് മറിഞ്ഞു വീണ 2 ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു.
കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് സൂചനാ ബോർഡുകൾ വെച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് പലതവണ കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ കാറുകളും ബൈക്കുകളും വീണ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബന്ധപ്പെട്ട കരാറുകാരനും ചുമതലയുള്ള ഉദ്യോഗസ്ഥരും സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അമിതവേഗം അപകടം ചെയ്യും എന്ന സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മെല്ലെ പോയാലും അപകടം ഉണ്ടാവും എന്ന് വരുന്ന ഒരു റോഡായി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് മാറിയിരിക്കുകയാണ്. സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട സൈൻ ബോർഡുകൾ തന്നെ ആളുകളുടെ മേത്തേക്ക് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത്. ഈ സമരം ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല. പക്ഷേ ഇത് ആർക്കെങ്കിലും ഞങ്ങൾക്ക് എതിരാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അതെ, ഇത് നിങ്ങൾക്കെതിരെ തന്നെയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ ജോലി നിർവഹിക്കുക, റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് സേഫ്റ്റി ഹെൽമറ്റ്, സേഫ്റ്റി ഷൂ, സേഫ്റ്റി ഗ്ലാസ് എന്നിവ ഉറപ്പുവരുത്തുക, രാത്രിയിലും കാണാവുന്ന മുന്നറിയിപ്പ് ബോർഡുകളും ആഴമുള്ള ഭാഗങ്ങളിലേക്ക് വീഴാതിരിക്കുവാനുള്ള റിഫ്ലക്ഷൻ വേലികളും കൃത്യമായി സ്ഥാപിക്കുക, ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നതിനും ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും ആളുകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത്. CCTV ന്യൂസ്, വേലൂർ. കൂനമുച്ചി ഗ്രാമീണ വായനശാലയിൽ ആജീവനാന്ത അംഗത്വ വിതരണവും മരുന്ന് വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണവും നടന്നു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് NB ബിജു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PG ബൈജു അധ്യക്ഷനായി. മരുന്ന് വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം PK അസീസും ആജീവനാന്ത അംഗത്വ കാർഡിന്റെ വിതരണം NB ബിജുവും നിർവഹിച്ചു. വായനശാല ഭാരവാഹികളായ CK ബിജോയ്, CL ലിസി എന്നിവർ സംസാരിച്ചു. സാഹിത്യ സ്മരണകൾ ഉറങ്ങുന്ന പൂമുഖത്ത് പൂത്തുലഞ്ഞ് നീർമാതളം. പുന്നൂർക്കുളത്തുള്ള കമലാ സുരയ്യ സ്മാരകത്തിലാണ് നീർമാതളം അഴകുപൊഴിച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി സ്മാരകത്തിലുള്ള നീർമാതളം മരം പൂത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് പൂക്കൾ കണ്ട് ആസ്വദിക്കുവാനും ഇളം കാറ്റിൽ ശാന്തമായി ഇരിക്കുവാനുള്ള സ്ഥലമായാണ് മരത്തിന് അഭിമുഖമായി വരാന്തകൾ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രണയത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ സ്വാതന്ത്ര്യം നൽകാതിരുന്ന ചുറ്റുപാടുകളെ തിരുത്തിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഓരോ എഴുത്തിലും നിറഞ്ഞു നിന്നിരുന്നത് പ്രണയമായിരുന്നു. എന്റെ പ്രണയം കാട്ടുതേൻ പോലെയാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. സദാചാരത്തിന്റെ അതിർവരമ്പുകളൊന്നും മാധവിക്കുട്ടിയുടെ എഴുത്തിലും ജീവിതത്തിലും ഇല്ലെന്ന് തന്നെ പറയുമ്പോഴും കമലാ സുരയ്യയുടെ സ്മാരകത്തിലെ നിലവിലെ സ്ഥിതി അത്ര സുഖകരമല്ല. കമിതാക്കൾ വന്നിരിക്കുന്നതിന്റെ പേരിൽ സ്മാരകത്തിലെ വരാന്തകൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. മുകളിലത്തെ നിലയിലുള്ള വരാന്തകളാണ് പൂട്ടിക്കിടക്കുന്നത്. കമിതാക്കളുടെ സല്ലാപം സദാചാര ലംഘനമാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല അടച്ചുപൂട്ടിയതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. ഇപ്പോൾ സന്ദർശകർ നിരാശയോടെയാണ് മടങ്ങുന്നത്. സാഹിത്യ അക്കാദമിയുടെ ഉടമസ്ഥതയിലാണ് സ്മാരകം. വരാന്തകൾ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്നും സ്മാരകത്തിന്റെ നടത്തിപ്പിനായി മറ്റ് സംവിധാനങ്ങൾ ഇല്ലെന്നുമാണ് അക്കാദമി സെക്രട്ടറി പറയുന്നത്. വായനശാല ഉൾപ്പെടെ സ്മാരകത്തിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കാൻ മാസങ്ങൾക്ക് മുൻപ് അക്കാദമി അധികൃതരും ജനപ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായില്ല. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. വേലൂർ ചുങ്കം ചിന്താവേദി വായനശാലയുടെ നേതൃത്വത്തിൽ കേന്ദ്രം കേരളത്തോട് ചെയ്യുന്നത് നീതിയോ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണങ്ങൾ, സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക ഫാസിസം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു. ഡോക്ടർ ജോൺ ജോഫി PR, അനന്തകൃഷ്ണൻ, PK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ആർത്താറ്റ് ടൊയോട്ട ഷോറൂമിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തീപിടുത്തം. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും തീ ആളിപ്പടരുന്നത് കണ്ടതോടെ പ്രദേശവാസികൾ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം അഗ്നിരക്ഷാസേന സീനിയർ ഓഫീസർ കൃഷ്ണദാസ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സുരേഷ്, ഷിനോജ്, ജിഷ്ണു, വിഷ്ണുദാസ്, നാട്ടുകാരായ അശ്വിൻ, അപ്പൂസ്, SP പ്രബിൻ, സജീഷ്, മോനു, അനി, പ്രതി, ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരായ മാറഞ്ചേരി സ്വദേശികളായ കടവുങ്ങൽ വീട്ടിൽ പ്രദീപ്, സബിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 11:30 അപകടം. നായരങ്ങാടി മൂന്നാംകല്ല് റോഡിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു.
കാലിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും തുടർന്ന് അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് ശ്രീ അമ്മൻ കോവിലിലെ തിരുവിഴ ആഘോഷിച്ചു. ഗണപതി ഹോമം, ദീപാരാധന, നടക്കൽ, പറയെടുപ്പ് എന്നിവ നടന്നു. തുടർന്ന് കടങ്ങോട് പൊറ്റാങ്കുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ നിന്നും ഭക്തി ആദരവപൂർവ്വം മാവിളക്ക് എഴുന്നള്ളിച്ചു. നാദസ്വരം, ശിങ്കാരിമേളം, കാവടി, തെയ്യം, രൂപങ്ങൾ എന്നിവ അകമ്പടിയേകി. തുടർന്ന് പൂമേതി, പെരുംപൂജ, കുരുതിയാട്ടം, കുംഭം, തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പൂശാലി PV മോഹനൻ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അറിവുകൾ സമൂഹത്തിന്റെ പൊതു സ്വത്താണെന്ന് റഫീഖ് അഹമ്മദ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് പ്രോഗ്രാമിലെ പുസ്തക വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കുഞ്ഞ് മരിച്ചതാണെന്നു തോന്നുന്നു, പക്ഷേ ആ പാവ മരിച്ചതായി തോന്നില്ല മുഖം കണ്ടാൽ. ആ കുഞ്ഞ് മരിച്ചതാണെന്നു തോന്നുന്നു, പക്ഷേ ആ പാവ മരിച്ചതായി തോന്നില്ല മുഖം കണ്ടാൽ. ആ കുഞ്ഞ് മാറിൽ ചേർത്ത് പിടിച്ച പാവയ്ക്കൊണ്ട് വിടർന്ന കണ്ണ്, കവിൾ ചുവപ്പ്, ചെമ്പൻമുടി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സോണി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ D ഷാജിമോൻ മുഖ്യാതിഥിയായി. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ VK സുനിൽകുമാർ, പ്രഥമ അധ്യാപകരായ KK കൗസിയ, AK സോമൻ, അധ്യാപികയായ AS ദീപ്തി, KS സുജേഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളിൽ നല്ല ശീലം വളർത്തുന്നതിനുള്ള പ്രത്യേക മോട്ടിവേഷൻ ക്ലാസുമുണ്ടായി. തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റി CC ജോസ് ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിന് ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോഓർഡിനേറ്റർ MV പ്രശോഭ് സ്വാഗതവും അധ്യാപിക TP പുഷ്പാഞ്ജലി നന്ദിയും പറഞ്ഞു. പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികൾക്ക് 1200 രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. റഫീഖ് അഹമ്മദ് കുട്ടികളുമായി സംവദിക്കുകയും കുട്ടികൾ അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ആലപിക്കുകയും ചെയ്തു. CCTV ന്യൂസ് കുന്നംകുളം. പൊയ്ക്കുതിര കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് നടക്കുന്ന പറപുറപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കിഴക്കേ നടയിലെ പട്ടികജാതി കുടുംബത്തിന്റെ ആദ്യ പറ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രം വലം വെച്ച് എടുപ്പന്മാരുടെ തോളിൽ കയറി കൊമ്പിന്റെയും കുഴലിന്റെയും അകമ്പടിയോടെ പനങ്ങാട്ടുകര കാർത്തിയേനി ക്ഷേത്രത്തിലെത്തി വിളക്ക് തെളിയിച്ചു. തുടർന്ന് പറകളെടുക്കാനായി തട്ടകങ്ങളിലേക്ക് നീങ്ങി. മാമാങ്ക ദിവസമായ 20 വരെ ജാതി മത ഭേദമന്യേ പറകൾ സ്വീകരിക്കും. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണം നടത്തി. പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മ. ഗ്രൗണ്ടിലും മറ്റും പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിരുന്ന സംഘം ഇതാദ്യമായാണ് സ്കൂൾ വളപ്പിനകത്ത് ശുചീകരണം നടത്തി മാതൃകയായത്. നാടിന്റെ പൊതുവികസനത്തിനായി കൈകോർക്കുന്നവരാണ് ഈ പ്രഭാത സവാരി കൂട്ടായ്മയിലെ അംഗങ്ങൾ. രാവിലെ വന്ന് കേവലം സവാരി നടത്തി പോവുകയല്ല സംഘം ചെയ്യാറുള്ളത്. തങ്ങൾ എന്നും വന്ന് സംഗമിക്കാറുള്ള പഴഞ്ഞി ഗ്രൗണ്ടിലും മറ്റും തങ്ങളാലാവുന്ന സംഭാവനകൾ നൽകാനും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ഇവർ എക്കാലവും മുൻപന്തിയിൽ തന്നെയാണ്. സ്കൂൾ വളപ്പിൽ ചപ്പുചവറുകളും മറ്റും നിറഞ്ഞതും ശുചീകരണത്തിനുള്ള ആവശ്യവും കണ്ടറിഞ്ഞ് ഇവർ സ്കൂൾ അധികൃതരുടെ അനുമതി വാങ്ങിയാണ് ക്ലീനിംഗ് മിഷന് സജ്ജരായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ നടത്തത്തിന്റെ സമയം അല്പം കുറച്ച് കൈക്കോട്ടും മറ്റും കൊണ്ടുവന്ന് വിദ്യാലയ വളപ്പ് മനോഹരമാക്കി. അഡ്മിന്മാരായ ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ വ്യവസായിയുമായ മലായ അബൂബക്കർ ഹാജി, സെൽവൻ പഴഞ്ഞി, രാജേഷ് പഴഞ്ഞി, ഷാജു പോർക്കുളം എന്നിവരുടെ നേതൃത്വത്തിൽ അംഗങ്ങളെല്ലാം കൈമൈ മറന്ന് ശുചീകരണ പ്രവർത്തനം പൂർത്തിയാക്കി. കുറച്ചു കാലമായി പിന്നെ ഞങ്ങളുടെ തുടക്കം ഗ്രൗണ്ട് കമ്മിറ്റിയാണ് ഞങ്ങൾ ഇവിടെ ക്ലീനാക്കിയത്. മൊത്തം ഞങ്ങൾ 33 മെമ്പർമാരുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് സഹകരണമാണ്. പിന്നെ അതേമാതിരി ഞങ്ങൾ ഇവിടെ വന്നിട്ട് മലായ ബക്കർക്ക നേരെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ നിന്നും നേരെ സ്കൂൾ കോമ്പൗണ്ടിൽ വന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഇത് വൃത്തിഹീനായിട്ട് കിടക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ PTA പ്രസിഡന്റിനോടും ഇവിടുത്തെ ഡ്രിൽ മാസ്റ്ററോടും ഹെഡ് മിസ്സസിനോടും ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുമതി തന്നു ഇത് വൃത്തിയാക്കിയോളാം ഉണ്ട്. അങ്ങനെ ബക്കർക്കാൻ ഞങ്ങളോട് മലായ ബക്കർക്കാൻ ഞങ്ങളോട് പറഞ്ഞു നമുക്കത് കൂട്ടായ്മയായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും 33 മെമ്പർമാരും ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്ത് ഈ പരിപാടി. സ്കൂൾ വളപ്പിലെ പുല്ലും പാഴ്ചെടികളും വളർന്ന് വൃത്തികേടായി നിന്നിരുന്ന പരിസരമാണ് അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കിയത്. നേരത്തെ 2 മാസം മുമ്പ് പഴഞ്ഞി ഗ്രൗണ്ടും ഇവർ വൃത്തിയാക്കിയിരുന്നു. സാമൂഹ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന മലായ അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ടിൽ നിരവധി കായിക വികസന പ്രവൃത്തികൾ നടത്തിയിരുന്നു. ഖത്തർ വേൾഡ് കപ്പ് സമയത്ത് ബിഗ് സ്ക്രീനിലൂടെ കാണുവാനായി സൗകര്യവും മലായ അബൂബക്കർ ഹാജി ഒരുക്കിയിരുന്നു. പഴഞ്ഞി ഗ്രൗണ്ടിനും സ്കൂളിനുമായി നിരവധി സഹായ പ്രവർത്തനം നടത്തിയ സംഘത്തോട് നന്ദിയുണ്ടെന്ന് പ്രധാനാധ്യാപിക മേഴ്സി മാത്യു പറഞ്ഞു. വാക്കിംഗ് ഗ്രൗണ്ട് കമ്മിറ്റി പഴഞ്ഞി സ്കൂൾ കോമ്പൗണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പൊതുവിദ്യാലയത്തിന്റെ സമഗ്ര പുരോഗതിക്കായി തങ്ങളാവും വിധം ഇനിയും സഹകരിക്കാൻ തയ്യാറാണ് ഈ നന്മ നിറഞ്ഞ പ്രഭാത കൂട്ടായ്മ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ലൈറ്റ് ട്രസ്റ്റ് ഗുരുവായൂർ ചാപ്റ്റർ കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് ചെയർമാൻ VK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹാരിസ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. PK ഇസ്മായിൽ, യൂസഫ് കരിക്കായിൽ, CB അബ്ദുൽ ഫത്താഹ്, S ഫിറോസ്, ഹുവാദ് പനങ്ങായിൽ തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദം മന്ദലാംകുന്നിന്റെ നേതൃത്വത്തിൽ NH66 മന്ദലാംകുന്ന് സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ജ്വാലയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മന്ദലാംകുന്ന് ബീച്ച് PWD റോഡ് 2ആയി വിഭജിക്കുന്ന തരത്തിലാണ് നിലവിൽ റോഡ് പണി നടത്തുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രി, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന സ്ഥാപനങ്ങൾ പലതും മന്ദലാംകുന്നിന് കിഴക്ക് കനോലിക്കനാലിന് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കൂടുതൽ ചെലവും സമയനഷ്ടവും ഉണ്ടാകും. സൗഹൃദം മന്ദലാംകുന്നിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം UAE കമ്മിറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മന്ദലാംകുന്ന് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് യഹിയ മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. മഹല്ല് സെക്രട്ടറി MK അബൂബക്കർ, PK ഹസൻ, മൊയ്തുണ്ണി ആലത്തയിൽ, ഇർഷാദ് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ദലാംകുന്ന് മഹല്ല് ഭാരവാഹികളും പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. KSTAയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഉപജില്ലയിലെ LP ക്ലാസ്സിലെയും UP ക്ലാസ്സിലെയും കുട്ടികൾക്കായി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LSS USS മാതൃകാ പരീക്ഷ നടത്തി. മാതൃകാ പരീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നസീർ CA രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡെന്നി ഡേവിഡ് അധ്യക്ഷനായ യോഗത്തിൽ ഉപജില്ലാ സെക്രട്ടറി രജിലൻ മാസ്റ്റർ, അക്കാദമിക് കൺവീനർ ഷീജ രാഘവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ സാക്ഷരതയിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഒന്നാമത്. കേരള സർക്കാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവ ചേർന്ന് നടപ്പിലാക്കിയ ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തൃശൂർ ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സാക്ഷരതാ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നിർമ്മല R. ജോയ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, പഞ്ചായത്ത് തല കോർഡിനേറ്റർ PP നൌഷാദ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, PM അബു, സെക്രട്ടറി തോമസ് രാജൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, പ്രേരക് NB ബിബിൻ, PS പ്രീതി എന്നിവർ സംസാരിച്ചു. ഗൂഗിൾ സർവേയിലൂടെ കണ്ടെത്തിയ ഗ്രാമപഞ്ചായത്തിലെ 1602 പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ നൽകി. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതിനായി പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 85 ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ മുഴുവൻ വാർഡുകളിലും കൈറ്റിന്റെ സാങ്കേതിക സഹായം പ്രയോജനപ്പെടുത്തിയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. പഠിതാക്കളെ സൗകര്യപ്രദമായ ഗ്രൂപ്പുകളാക്കി തിരിച്ച് പഠനകേന്ദ്രങ്ങൾ നിശ്ചയിച്ച് 10 മണിക്കൂർ വീതം ക്ലാസുകൾ നടത്തിയിരുന്നു. പഠിതാക്കളുടെ മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യത്തെ 14 പഞ്ചായത്തുകളിൽ ഒന്നാണ് എളവള്ളി. CCTV ന്യൂസ്, കേച്ചേരി.
കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. 2024 ജൂൺ 15 മുതൽ 23 വരെയാണ് നവീകരണ കലശം നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം വാസ്തുശാസ്ത്ര ആചാര്യൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ അധ്യക്ഷനായി. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ലൈസൺ ഓഫീസർ ശ്യാം, പഞ്ചായത്ത് മെമ്പർമാരായ CV സുഭാഷ്, K അഭിലാഷ്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി MT വേലായുധൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി AS ധനഞ്ജയൻ, PV കൃഷ്ണൻകുട്ടി, രാജൻ കുന്നമ്പത്തുകാവ്, ദിനേശൻ ദണ്ഡായുധപാണി ക്ഷേത്രം, ഗംഗാധരൻ നായർ, PS ഹർഷ്, യുവജനവേദി KS സുരാത് വടക്കുമുറി ദേശം, കാർത്തിയനിയമ്മ, PB പ്രസാദ് എന്നിവർ സംസാരിച്ചു. ചെയർമാൻ PT സുരേന്ദ്രൻ, കൺവീനർ MT വേലായുധൻ, ജോയിന്റ് കൺവീനർ AS ധനഞ്ജയൻ, വൈസ് ചെയർമാൻ V ഭാസ്കരൻ, ട്രഷറർ PB പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 24-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന ചിറളയം HCCG UP സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ അധ്യാപകർ, PTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ സപ്പോർട്ടിംഗ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കമ്മിറ്റിയുടെ ചെയർമാനായി CK സദാനന്ദൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തു. കൺവീനറായി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അൻസ ജോസ്, വൈസ് ചെയർമാൻമാരായി PTA പ്രസിഡന്റ് ജാസിൻ P ജോബ്, PI സീന, സ്മിജ തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഫിനാൻസ് കൺവീനറായി പയസ് ജോബ്, പബ്ലിസിറ്റി കൺവീനറായി CEO ബിജു എന്നിവർ പ്രവർത്തിക്കും. ആഘോഷ കമ്മിറ്റിയുടെ സെൻട്രൽ കോർഡിനേറ്ററായി VC ഗീവർഗീസിനെ ചുമതലപ്പെടുത്തി. ശതാബ്ദിയോടനുബന്ധിച്ച് കുട്ടിക്കൊരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കും. കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി 1 വർഷത്തിനുള്ളിൽ 100 പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിന് അധ്യാപിക AV ജെസി നന്ദി പറഞ്ഞു. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭമഹോത്സവം ആരംഭിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ തെക്കുമുറി ദേശക്കാരുടെ കൂറയിടൽ ചടങ്ങ് നടന്നു. ഭഗവതി കളത്തിലേക്ക് മേളത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്ത് ഭഗവതിയെ എഴുന്നള്ളിച്ചു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. 7 ദിവസം 7 ദേശക്കാരുടെ കളമെഴുത്തുപാട്ട് നടക്കും. ഫെബ്രുവരി 25-ന് ദേശക്കാർ കൂറ വലിക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CATU കുന്നംകുളം ഏരിയ പ്രവർത്തക കൺവെൻഷൻ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ചേർന്നു. ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി T സുധാകരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, KA അസീസ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് MN മുരളീധരൻ സ്വാഗതവും CK രവി നന്ദിയും പറഞ്ഞു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 7-ന് ഇടവക വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ച് മെത്രാപ്പൊലിത്തയെ സ്വീകരിച്ചു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും തിരുശേഷിപ്പ് സ്ഥാപന ശുശ്രൂഷയും നടത്തി. വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണക്കവും നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. ഫാദർ മണിരാജൻ കോർ എപ്പിസ്കോപ്പ, ഫാദർ വികാസ് വടക്കൻ എന്നിവർ സംബന്ധിച്ചു. സ്ഥാപന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് PD, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. രണ്ട് ദിവസങ്ങളിലായി ആഘോഷിച്ച അണ്ടത്തോട് ചന്ദനക്കുട നേർച്ച സമാപിച്ചു. അണ്ടത്തോട് ദർഗ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷേഖ് ഹയാത്തുൽ ഔലിയയുടെ ചന്ദനക്കുട നേർച്ച വെള്ളി, ശനി ദിവസങ്ങളിലായാണ് നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് അണ്ടത്തോട് ബീച്ചിൽ നിന്ന് ആദ്യ കാഴ്ച പുറപ്പെട്ട രാത്രി 12 മണിക്ക് പള്ളി പരിസരത്തെത്തി സമാപിച്ചു. രണ്ടാം ദിനമായ ശനിയാഴ്ച ചാലിൽ സുലൈമാന്റെ വസതിയിൽ നിന്ന് രാവിലെ 9 മണിക്ക് കൊടിക്കയറ്റ കാഴ്ച ആരംഭിച്ച് 11 മണിക്ക് ജാറത്തിലെത്തി. തുടർന്ന് കൊടിയേറ്റവും സമൂഹ സിയാറത്തും ജാറത്തിനു മുകളിൽ പുതിയ പട്ട് പുതപ്പിക്കലും നടത്തി. മുഹമ്മദ് മുസ്ലിയാർ പട്ടിക്കാട് സിയാറത്തിന് നേതൃത്വം നൽകി. ഉള്ളാളം ആറ്റുണ്ണി തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ചക്കരക്കഞ്ഞിക്കുടൻ സമർപ്പണവും ഉണ്ടായി. വൈകിട്ട് 5 മണി മുതൽ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ 13ഓളം കാഴ്ചകൾ ജാറത്തിലെത്തി. ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും ദഫ്, അറബന, ബാൻഡ് വാദ്യം, ഫാൻസി വെടിക്കെട്ടിന്റെയും വാഹനലേറ്റ് സജ്ജീകരണങ്ങളുടെയും അകമ്പടിയോടെ കാഴ്ച നേർച്ചകൾ പള്ളി പരിസരത്ത് എത്തിച്ചേർന്നു. എല്ലാ വർഷവും അണ്ടത്തോട് നേർച്ചയിലെ പ്രധാന കാഴ്ച നടത്തിയിരുന്ന സ്കിൽ ഗ്രൂപ്പ് അണ്ടത്തോട് ഫണ്ട് ചികിത്സാ ധനസഹായത്തിനു വേണ്ടി വിനിയോഗിച്ചതിനാൽ ഈ വർഷം നേർച്ച കാഴ്ച നടത്തിയില്ല.
അകലാട് മൊയ്തീൻ പള്ളി പരിസരത്ത് നിന്ന് 5 മണിക്ക് ആരംഭിച്ച കാഴ്ചജാറം അങ്കണത്തിൽ പുലർച്ചെ 2:30 നേർച്ചാഘോഷത്തിന് സമാപനം കുറിച്ചു. വടക്കേക്കാട് SHO ബിനുവിന്റെയും SI ശിവശങ്കറിന്റെയും നേതൃത്വത്തിൽ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു. നേർച്ചാഘോഷ കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് ചാലിൽ, വൈസ് ചെയർമാൻ B ഷാജഹാൻ, കൺവീനർ സുഹൈൽ അബ്ദുള്ള, ജോയിന്റ് കൺവീനർ മുഹമ്മദ് അമീൻ, ട്രഷറർ K അലി, മുഹമ്മദ് അലി മടപ്പൻ, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. അപകടങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് യുവദർശി 12,000 രൂപ വീതം ധനസഹായമായി നൽകുന്നത്. അംഗങ്ങളുടെയും ഉദാരമതികളുടെയും സംഘടനകളുടെയും സഹായ സഹകരണം കൊണ്ടാണ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആക്സ് ആംബുലൻസ് പ്രവർത്തിക്കുന്നത്. ആക്സ് ശങ്കരൻകാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുവദർശി പ്രസിഡന്റ് NK വിജീഷ്, ആക്സ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി മാസ്റ്റർക്ക് ഫണ്ട് കൈമാറി. യുവദർശി ഭാരവാഹികളും പ്രവർത്തകരുമായ TL ഔസേപ്പ്, TK മണികണ്ഠൻ, MK ഫ്രാൻസിസ്, MK ജോഷി, TA സുമൻ, KV സജീവൻ, ആക്സ് ഭാരവാഹികളായ കാവിൽ നാരായണൻ, പത്മദാസ് പവിത്ര, TL ജിൻഡോ, KA ഫരീദ് അലി എന്നിവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏത് കാലത്തും മുന്നിൽ നിന്ന യുവദർശി ശങ്കരൻകാവ് ഇന്ന് അവരിൽ കഴിയുന്നതിൽ കൂടുതൽ ഒരു സാമ്പത്തിക സഹായം തന്ന് ആക്സിനെ പരിപോഷിച്ചിരിക്കുകയാണ്. അവരുടെ ആ സൽപ്രവർത്തിയെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയായിട്ടില്ല. അവരുടെ പ്രസിദ്ധമായ ചാലിശ്ശേരി പൂരാഘോഷത്തിന്റെ നടത്തിപ്പിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആലോചിക്കാനായി വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മാർച്ച് 1 വെള്ളിയാഴ്ചയാണ് 3 ജില്ലകളുടെ തട്ടകത്തമ്മയായ പ്രസിദ്ധമായ ശ്രീ മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നടക്കുന്നത്. 53 പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റികളാണ് പൂരത്തിൽ പങ്കാളികളാകുന്നത്. ഷൊർണൂർ DYSP PC ഹരിദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആഘോഷ കമ്മിറ്റികളും ആന പരിപാലന ചട്ടങ്ങൾ ഉൾപ്പെടെ യോഗ തീരുമാനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് DYSP പറഞ്ഞു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ട്രഷറർ സുഷി ആലിക്കര അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പോലീസ് SHO K സതീഷ് കുമാർ, പട്ടാമ്പി ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു, ക്ഷേത്രം ഊരാളൻ വാസുദേവൻ നമ്പൂതിരിപ്പാട്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കല്ലുംപുറം നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിക്കുന്ന പള്ളിയുടെയും സലഫി സെന്ററിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ദലാംകുന്ന് ദേശീയപാത 66 കിഴക്ക് ഭാഗത്താണ് സലഫി സെന്ററോട് കൂടി പള്ളിയും മദ്രസയും നിർമ്മിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8:30 മുജീബ് കോടത്തൂർ ശിലാസ്ഥാപനം നടത്തി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരലി, മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര, വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, ബാദുഷ ബദർപള്ളി, ഇക്ബാൽ മാസ്റ്റർ, ഹുസൈൻ മാസ്റ്റർ, കോജ മൊയ്തുണ്ണി, MK അബൂബക്കർ, കാരയിൽ അബൂബക്കർ ഹാജി, MP ജലീൽ തുടങ്ങി നിരവധി പങ്കെടുത്തു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വലിയ ബലിക്കല്ലിന് ഉപരികവചം സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ ഭക്തജന തിരക്കുണ്ടാകുമ്പോൾ വലിയ ബലിക്കല്ലിന്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഒരു വിശ്വാസിയാണ് ഉപരികവചം നിർമ്മിച്ചു നൽകിയത്. സമർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, ട്രഷറർ VK രമാഭായ്, സേവാസമിതി പ്രവർത്തകർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേച്ചേരി ചിറനെല്ലൂരിലെ കായലിന് സമീപം അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള കായലിനടുത്തായാണ് അറവു മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുവലിക്കുന്ന നിലയിൽ മാലിന്യങ്ങൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രദേശവാസികളും കായലിൽ മീൻപിടിക്കാനെത്തിയവരും വിളിച്ചറിയിച്ചതനുസരിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം ആന്റോ പോൾ തുടങ്ങിയവർ മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം നിക്ഷേപിച്ചതിന് സമീപത്ത് എരനെല്ലൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പെട്ടി ഓട്ടോറിക്ഷയും കണ്ടെത്തിയിരുന്നു. ഇത് മാലിന്യം തള്ളാനെത്തിയ വാഹനമാണെന്ന നിഗമനത്തിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ കുന്നംകുളം പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മാലിന്യ നിക്ഷേപത്തിനടുത്തു നിന്നും വാഹനം മാറ്റിയിരിക്കുകയാണ്. റോഡിൽ നിന്നും 200 മീറ്ററോളം മാറി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് ചാക്കിലും പ്ലാസ്റ്റിക് കവറുകളിലുമായി മാലിന്യം തള്ളിയിട്ടുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുമ്പോൾ പഞ്ചായത്ത് അധികാരികൾ തുടരുന്ന നിസ്സംഗത മാലിന്യം തള്ളുന്നവർക്ക് സഹായകരമാകുകയാണ്. ആരോഗ്യവകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയാണ് പഞ്ചായത്തിനെ മാലിന്യം തള്ളൽ കേന്ദ്രമാക്കി മാറ്റിയതിന് പിന്നിലുള്ളത്. ഒപ്പം പലപ്പോഴും സഹായത്തിനായി വിളിക്കുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പോലീസിന്റെ നിസ്സംഗതയും
മാലിന്യം തള്ളുന്നവർക്ക് അനുകൂലമായിരിക്കുകയാണ്. CCTV ന്യൂസ് കേച്ചേരി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CS സൂരജ് മുഖ്യ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഷാഹിദ് കല്ലൂർ, ഫദിൻ രാജ്, ഹുസൈൻ, ഷിഹാബ് മണത്തല, ജാസിം ചാലിൽ, പ്രണവ് മുതുവട്ടൂർ, രഞ്ജിത്ത് പാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവക ദിനം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും സത്യവിശ്വാസത്തെ ഇടവക വിശ്വാസികൾ മുറുകെ പിടിക്കുമെന്ന് മെത്രാപ്പോലീത്ത സന്ദേശം നൽകി. ഇടവക ദിനത്തിന്റെ ഭാഗമായി മെത്രാപ്പോലീത്ത പാത്രിയാർക്ക പതാക ഉയർത്തി. പള്ളിക്കു കീഴിൽ വിവിധ സ്ഥലങ്ങളിലുള്ള 11ഓളം കുടുംബ യൂണിറ്റ് അംഗങ്ങൾ അണിനിരന്നുള്ള വർണ്ണാഭമായ ഇടവക ദിന റാലി അങ്ങാടി ചുറ്റി. ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരുടെ നേതൃത്വത്തിൽ പാത്രിയാർക്ക പതാകയേന്തി കമ്മിറ്റി അംഗങ്ങളും മുത്തുകുടകൾ, വർണ്ണബലൂണുകൾ, യൂണിഫോം ഡ്രസ്സുകൾ അണിഞ്ഞ് ഇടവക വിശ്വാസികൾ റാണിയിൽ അണിചേർന്നു. പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ച സത്യവിശ്വാസം മുറുകെ പിടിക്കണമെന്നും മുദ്രാവാക്യങ്ങളും വിളിച്ചു. സ്നേഹവിരുന്നുമുണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി യാക്കോബായ പള്ളിയുടെ ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ ലേലത്തിൽ യേശുദേവന്റെ ചിത്രം വിളിച്ചെടുത്തത് 1.5 ലക്ഷം രൂപയ്ക്ക്. പ്രവാസിയായ കുന്നംകുളം സ്വദേശി ചെറുവത്തൂർ അനീഷ് ചുമ്മാരാണ് ആവേശത്തോടെ ആദ്യ ലേലം വിളിച്ചത്. കഴിഞ്ഞ 2 വർഷവും അനീഷ് തന്നെയാണ് വാശിയേറിയ മത്സരത്തിൽ ആദ്യ ലേലം വിളിച്ചെടുത്തത്. തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത ആദ്യ ലേലം 5000 രൂപയ്ക്ക് വിളിച്ച് ലേലം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വാശിയോടെ ഇടവക പുരോഗതിക്കു വേണ്ടി ഇടവക അംഗങ്ങൾ എല്ലാവരും ആദ്യ ലേലത്തിൽ പങ്കെടുത്തു. മോർ ക്ലീമീസ് മെത്രാപ്പൊലിത്തയിൽ നിന്നും ചെറുവത്തൂർ അനീഷിന്റെ മാതാപിതാക്കളായ ചുമ്മാരും മേരിയും ചേർന്ന് യേശുദേവന്റെ ഫോട്ടോ ഏറ്റുവാങ്ങി. ഇടവക അംഗങ്ങൾ എത്തിച്ച പഴം, പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടെ മനോഹരങ്ങളായ വിവിധ സാധനങ്ങൾ ലേലത്തിനെത്തിയിരുന്നു. 6 മണിക്കൂറോളം ലേലം നീണ്ടുനിന്നു. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തമ്പി കൊള്ളനൂർ, ജോയ് പുലിക്കോട്ടിൽ, വിൽസൺ ചീരൻ എന്നിവർ നേതൃത്വം നൽകി. കേരള ഗണിതശാസ്ത്ര പരിഷത്ത് കോട്ടയത്ത് സംഘടിപ്പിച്ച 23ാമത് സംസ്ഥാനതല ചിൽഡ്രൻസ് മാത്തമാറ്റിക്സ് കോൺഗ്രസ് മത്സരത്തിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് UP തലം വിദ്യാർത്ഥികൾ 1ാം സമ്മാനത്തിന് അർഹരായി. ബർസ ഫാത്തിമ, മുഹമ്മദ് സിയാൻ, മുഹമ്മദ് സയാൻ എന്നിവരാണ് ഈ പ്രൊജക്റ്റിൽ പങ്കെടുത്തവർ. മാത്തമാറ്റിക്സ് വിഭാഗം അധ്യാപികമാർ ലസീന, ആബിദ, ലിൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. സ്കൂൾ മാനേജ്മെന്റ് CEO ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പാൾ ഷിഹാബുദ്ദീൻ പൂലത്ത്, വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, സെക്ഷൻ മേധാവി സാജിദ റസാഖ് എന്നിവർ വിജയികളെയും അധ്യാപകരെയും അനുമോദിച്ചു. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ കർഷക സമരം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സായാഹ്ന ധർണ നടത്തി. ധർണ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം OK ശശി ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി TP ജോസഫ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ സെക്രട്ടറി സത്താർ നീണ്ടൂർ, AIYF മണ്ഡലം സെക്രട്ടറി ഹസൻകുട്ടി, BKMU പ്രസിഡന്റ് PK ബാബു, പ്രവാസി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചിറ്റിലങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർ എടക്കര ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ സൊലാത്ത് മജ്ലിസിന്റെ വാർഷികവും ദുവാ സമ്മേളനവും നടത്തി. സൊലാത്ത് മജ്ലിസിന് മഹല്ല് ഖത്തീബ് VK അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. ഉസ്താദ് മുഹമ്മദ് ഇർഷാദ് അസ്ഹരി പറമ്പിൽ പീടിക മുഖ്യപ്രഭാഷണം നടത്തി. അൻസാർ കുടുംബത്തിലെ കിൻഡർ ഗാർഡൻ വിഭാഗം വാർഷികം ആഘോഷിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറും കുട്ടിക്കുപ്പായം TV താരവുമായ യാസിൻ കുണ്ടൂർക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷിഹാബുദ്ദീൻ പൂലത്ത് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ CEO നജീബ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി ഫിസിക്കൽ അക്കാദമിയുടെയും പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴഞ്ഞി വായനശാലയിലും ഹൈസ്കൂൾ മൈതാനത്തിലുമായി നടന്നുവരുന്ന PSC ഫിസിക്കൽ ട്രെയിനിംഗ് പരിപാടിയിൽ അംഗമായ നിതിൻ KS-നെ ആദരിച്ചു. കേരള പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ നിയമനം ലഭിച്ചതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നിതിൻ KS-നെ മൊമന്റോയും പൊന്നാടയും അണിയിച്ചുകൊണ്ട് ആദരിച്ചു. വായനശാല പ്രസിഡന്റ് KT ഷാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു.
NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പി മുഖ്യാതിഥിയായി, വാർഡ് മെമ്പർ ബബിത ഫിലോ, സീനിയർ ഗ്രേഡ് സിവിൽ പോലീസ് ഓഫീസർ സോജുമോൻ NS, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സുജേഷ് K എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് കുന്നംകുളം ഏരിയ കൺവെൻഷൻ നടന്നു. ഏരിയ പ്രസിഡന്റ് P മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ഏരിയ ട്രഷറർ VV നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മിനി ജോൺസൺ, നെബില എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. സിന്ധുദേവി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബിന്ദു രവീന്ദ്രൻ സ്വാഗതവും PD ലിസി നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലെ നാട്ടുകാരുടെ നഴ്സമ്മയായ സൂസൻ സിസ്റ്റർ യാത്രയായി. 63 വയസ്സായിരുന്നു. അൻസാർ ആശുപത്രിയിൽ 11 വർഷക്കാലം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് നാട്ടുകാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും സ്നേഹഭാജനമായ സൂസൻ സിസ്റ്ററുടെ വിയോഗം അടുപ്പക്കാർക്ക് താങ്ങാനാകാത്ത നഷ്ടമായി. ഞായറാഴ്ച വൈകിട്ട് 4:30 അൻസാർ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കായി പെരിന്തൽമണ്ണയിലെ വസതിയിലേക്ക് കൊണ്ടുപോയത്. മൃതദേഹത്തിൽ ആശുപത്രി ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ തൊഴിലാളികൾ റീത്ത് സമർപ്പിച്ചു. പൊതുദർശന ചടങ്ങിൽ ഡോക്ടർമാരായ നിസാർ, ഷാജു സുറുമി, ആയിഷ, മാനേജർ EM മുഹമ്മദ് അമീൻ, ആയിഷ KV, ആശുപത്രി മുൻ ഡയറക്ടർ ഡോക്ടർ സൈക്കോ മുഹമ്മദ്, അൻസാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷാജു മുഹമ്മദ് ഉണ്ണി, ഡോക്ടർ നജീബ് മുഹമ്മദ്, അൻസാർ സ്കൂൾ CEO PA ഷഹീദ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെറുകര ഇലവും മൂട്ടിൽ വർഗീസ് ജോസഫ് എന്ന ബാബുവാണ് ഭർത്താവ്. ആൽവിൻ മകനാണ്. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാലപ്പെട്ടി കാപ്പിരിക്കാട് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. തട്ടുപറമ്പ് സ്വദേശി 37 വയസ്സുള്ള തോപ്പിൽ മുനാസാണ് മരിച്ചത്. കുന്നംകുളത്ത് വീണ്ടും മോഷണ പരമ്പര. നഗരത്തിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ KP ഷംസുദ്ദീൻ, G ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം. പോർക്കുളം കണ്ടംപുള്ളി വീട്ടിൽ മണികണ്ഠന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.